ആരൊക്കെ ഉണ്ടായിരുന്നു? മാനം പോവേ. എങ്ങനെയായിരുന്നു അപ്പൊ എറിഞ്ഞത്? ബിൻചേട്ടൻ താഴെ നിൽക്കാറ്, ഞാൻ മേലെ നിൽക്കായിരുന്നു. അപ്പൂന് താഴേക്ക് ഇറങ്ങണമായിരുന്നു. ഞാൻ എറിഞ്ഞു കൊടുത്തു ബിൻചേട്ടന്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ? ഇറ്റ് വാസ് ഗുഡ്. ഇവിടെ എഴുതിക്കോ ഇതുമില്ല കേട്ടോ. ഇടക്കല്ലടാ. ആ ഓ അവിടെയല്ല പുറപ്പുറം. അവിടെ തന്നെ. ഗുഡ്. ഓ കുറച്ചും കൂടി വലിപ്പം വേണമായിരുന്നു കേട്ടോ. പക്ഷെ ഇനിയിപ്പോൾ വലുതാക്കാൻ പറ്റില്ല. താങ്ക് യു. അപ്പോൾ ഒക്കെ പഠിച്ച് എഴുതിയത്. അങ്ങനെ വേണ്ട. ഞങ്ങൾ പറയും കണ്ണന് ഒരു ചേച്ചി, 2 ചേച്ചി. കണ്ണന് 2 ചേച്ചി, 1 ചേച്ചി, 2 ചേച്ചി, 3 ചേച്ചി, 4 ചേച്ചി, 5 ചേച്ചി. അമ്മേ ഞാൻ ഇപ്പൊ ചേച്ചിയുടെ അങ്ങനെ അയ്യോ അത് വേണ്ട അമ്മേ. അതോ ചന്ദനം അതോ കണ്ണനെ അമ്മ കടിച്ചപ്പൂ. കുട്ടീൻ്റെ തള്ളിയിടല്ല കണ്ണ പാവം ചേച്ചി. അത് ചോടല്ലേ കളിക്കണേ കമ്മ. അപ്പൊ നീ എഴുതി അതെ വയറ് നിറച്ച് കഴിച്ചിട്ട് പോവാം. ഒന്നുമില്ല. അതങ്ങനെയാണ് നമ്മ അതിൻ്റെ ആ ടൈറ്റ് ആണെങ്കിൽ ഒന്ന് ലൂസായി വരണം. ഓ ഭാഗ്യം അങ്ങനെ കുട്ടികളൊക്കെ എണീറ്റു. ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും എണീക്കണ്ടാവില്ലെന്ന്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ. ആ കൊള്ളത്തി. ആ ശിവത്തേച്ചിയുടെ ചേട്ടാ ഹായ് പറയും. പോയിട്ടാ ഞാൻ നല്ല ആഡ് ചെയ്തിട്ടാണ്. അയ്യോ ഒരു ബുക്ക് ഒഴിച്ചാ മിണ്ടണ്ട. ഉറങ്ങിയില്ലേ? അവര് ഭയങ്കര ഇഷ്ടം കളിക്കാൻ. അറിയിക്കോ? കണ്ണടച്ചോ? അറിയില്ലേ കണ്ണടയ്ക്കോ? കണ്ണ അമ്മക്ക് ടാറ്റ അല്ലല്ല. നല്ല രസമുണ്ട്. കുഞ്ഞി മഴ, ചാച്ചൽ മഴ. ഇന്ന് എന്ത് ഡേ ആണെന്നാവോ? ലാസ്റ്റ് ഡേ ലെഗ് ഡേ ആയിരുന്നു. എന്താണെന്നാവോ? അങ്ങനെ ജിമ്മിലെത്തി. ജിമ്മിൽ നമ്മൾ നേരത്തെ പോകുന്നതുകൊണ്ട് ഫുള്ള് ചേട്ടന്മാരൊക്കെയാണ്, മസിലുള്ള ചേട്ടന്മാർ. എന്നെ അമ്മ കാണുമ്പോഴേ പേടിക്കാവും. ഇതുണ്ടല്ലോ, ഞാൻ ഈ ക്രോപ്പ് ടോപ്പാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര നിരാശയാണ്. കാരണം പക്ഷേ നിരാശേനേക്കാൾ കൂടുതൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് കേട്ടോ. ഇൻസ്പിറേഷനാണോ എന്താണ് പറയുക? ഓക്കെ, അത് തന്നെ, ഇൻസ്പിറേഷൻ തന്നെ. വീണ്ടും ചെയ്യണം എന്നുള്ള ഇൻസ്പിറേഷൻ കണ്ടു. എൻ്റെ വയറൊക്കെ ഇരിക്കണമൊക്കെ എന്തോരം വയറാ. മറ്റേത് ലെങ്ത്തുള്ള ടീഷർട്ട് ഇടുന്ന സമയത്ത് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ലെഗായിരുന്നു, ഇന്ന് നമുക്ക് ബാക്കാണ് ചെയ്തത്. നൈസായിരുന്നു. എൻ്റെ എന്താ പറയുക, ബട്ടക്സൊക്കെ നന്നായിട്ട് കേടുന്നുണ്ടല്ലേ ക്രോപ്പ് ടോപ്പ് ഇട്ടതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോരുമ്പോൾ ഞാൻ വെയിറ്റ് നോക്കി. നമ്മൾ 55 കിലോ ആയിരുന്നു. കൺഗ്രാജുലേഷൻസ്, 56 കിലോ ആയിരിക്കണോ. പക്ഷേ ഉണ്ടല്ലോ, പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1-ാം തീയതി തൊട്ട്. തിരിച്ച് വരുമ്പോഴേക്കും ഞാൻ പച്ചക്കറികൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
എൻ്റെ ഫേസൊക്കെ ഇരിക്കണമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടല്ലേ. പിന്നെ വാതിപ്പയ്ക്ക് നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് നേരെ എടുക്കാതെ പോയി കഴിഞ്ഞാൽ നല്ല ക്ഷീണമാണ്. ഓട്സ് സ്മൂത്തിയൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ സെറ്റാണ് കേട്ടോ, നല്ല എനർജി ഉണ്ടാവും. ഇത് നമ്മൾ പപ്പായൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. അങ്ങനെ ഞാൻ അത് കഴിച്ചിട്ട് സേമിയ ഉപ്മാവാണ് കഴിച്ചത്. അത് കഴിച്ചിട്ട് എൻ്റെ വയറ് നിറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ റാഗി കുറുക്കുണ്ടല്ലോ, അതിൽ കുറച്ച് ചിയാ സീഡ്സ് ഇട്ടിട്ട് കഴിച്ചു. അപ്പോഴാണ് ഒന്ന് വയറ് സെറ്റായത് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കുറച്ച് വോയിസ് ഓവർ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുഞ്ഞിക്കറി കഴിച്ചു. പിന്നെ അതേ കുറച്ച് തുണികളൊക്കെ എടുത്ത് വെക്കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നെയ്യാമ്പതി പോയപ്പോൾ ശരിക്കും നമ്മൾ ഞാൻ ഉച്ചയ്ക്ക് പോയി രാത്രിയൊക്കെ തിരിച്ച് വന്നു. കുറച്ച് ഡ്രസ്സേ വേണ്ടി വന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഞാൻ കുട്ടികളൊക്കെ അല്ലേ, അപ്പോൾ 1-2 ഡ്രസ്സൊക്കെ എക്സ്ട്രാസ് എടുത്ത് വയ്ക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെച്ച് ഒക്കെ അതാത് സ്ഥാനത്തേക്ക് വെക്കുകയാണ്. കാരണം ഇതിങ്ങനെ ഓരോ സെപ്പറേറ്റ് ആക്കി വെക്കണം കേട്ടോ. 3 കുട്ടികളും ഞാനും എൻ്റെത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. നമ്മൾ സ്റ്റേക്കുള്ള പരിപാടികൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ലല്ലോ. പക്ഷേ എങ്കിലും കുട്ടികൾ നനയുക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ല ഫുഡ് കൂടെ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് എന്തായാലും വേണമല്ലോ. അപ്പോൾ ഞാൻ അവർക്ക് 2 എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം. വലിയ ടാസ്ക്കാണ് ആക്ച്വലി ഇത്. കാരണം ഓരോന്ന് സെപ്പറേറ്റ് ആക്കി വെക്കണം. എങ്കിൽ പിന്നെ ഈസി എടുത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ണൻ്റെ സെപ്പറേറ്റ് അപ്പോൾ സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ പിന്നെ എടുത്ത് വെക്കാം. ഗൈസ്, ഞങ്ങളെ വീട്ടിൽ പനിമേളം തുടങ്ങി. കണ്ണന് പനി. ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ പോവാന്ന്. ഹായ് പറഞ്ഞേ. ഷീബച്ചിയെ 2 മണി കഴിഞ്ഞില്ലേ? അതേ കണ്ണനോട് വെച്ചക്ക് എന്താ കിട്ടിയെന്ന് കാണിച്ചെടുത്ത്. ഗിഫ്റ്റ് കിട്ടി. അച്ഛ അതിന് കൊടുത്തപ്പോ കണ്ട ഒരു സന്തോഷം കാണണം. മരുന്നും തേനും സന്തോഷമായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ പനിവെള്ളം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വാമോളാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത്. വാമോൾ 250യുടെ ഒരു 2 ml ആണ് കണ്ണ ബേബിക്ക് കൊടുക്കുക കേട്ടോ. അവൻ നൈസായിട്ട് കഴിച്ചോളും. സുഖമാണ്, വേഗം തന്നെ കഴിക്കും കേട്ടോ. ഒരു കുഞ്ഞിപ്പനിയേ ഉള്ളൂ. പക്ഷേ എങ്കിലും കറക്റ്റ് മരുന്ന് ഒരു 3 നേരം കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം സെറ്റായി കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഹേ ഗായ്സ്, നല്ല വിശപ്പ്. ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല. ഇന്നലെ ഞങ്ങൾ കുറച്ച് ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാണുന്നത് ചിപ്സാണ് കഴിക്കണത്. എവിടേക്കാ കണ്ണാ? അങ്ങോട്ട് ഇറക്കണ്ട ചേച്ചി, ഇറക്കണ്ട. അവിടെയൊക്കെ ചെളിയുണ്ട്. എനിക്ക് രാത്രിയൊന്നും വേണ്ട കണ്ണാ. കണ്ണാ അതാ വായോ. അതാ അങ്ങോട്ട് പതിയെ. അച്ചു അച്ചു അച്ചു. കണ്ണ വന്നേ. ചേച്ചിക്ക് ടാറ്റ കൊടുക്കേനി.
അടക്കി വെച്ചേ. അയ്യോ ഞാൻ കഴുകി കൊടുക്കാം. അപ്പു ചേച്ചി പോരുത്. അപ്പു ചേച്ചി വരണം. അല്ല ചേച്ചി ഉണ്ടായില്ലേ? എനിക്കോ? ഉമ്മ തന്നിട്ടൊന്നും കാര്യമില്ല. പറ, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ അപ്പു വരാനായിരുന്നു പറയാണ്. ചേച്ചാ ചേച്ചേച്ച. അയ്യോ കുഞ്ഞാമണിയോ? പനിയാണ് കണ്ണനെ. അപ്പുനോട് അപ്പു ചേച്ചിയോട് പറഞ്ഞ പനിയാണെന്ന് പറഞ്ഞേ. എടുക്കാൻ പനിയുണ്ടേ. മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുന്നു ഞാൻ. സിറപ്പ് എന്ത്? ഇല്ല. എന്തിന്? അല്ല എങ്ങനെയാണ് ക്ലാസ്? കേട്ടപ്പോ പറഞ്ഞ ഓക്കെ 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 ഓക്കെ. അയ്യോ കിടക്കാൻ വന്ന എല്ലാവരും ഉറങ്ങാം. കുറച്ചേരം നമുക്ക് ഉറങ്ങാം. അതെ രാത്രി അല്ല പകൽ സമയത്ത് ഫോൺ കണ്ട് ഫോണിനുള്ളൊരു പ്രേതം തന്നെ കണ്ടിട്ടുണ്ടാ? ജിമ്പനോട് വെച്ചിട്ട് ജിമ്പ 3 വയസ്സായപ്പോ നിർത്തിയത ഫോണ്. വേണ്ട ജിമ്പ വേണ്ട പറയില്ല. വേണ്ട പേടിയാണ്. ഗൈസ് അപ്പൂനെ ഉറക്കി ജിമ്പന് ഉറങ്ങും. കണ്ണിന് ഉറക്കം വരുന്നുണ്ട്. കണ്ണിന് വിശക്കുണ്ട്. കണ്ണിന് കഴിക്കാൻ നോക്കട്ടെ. ഒരു മീൻകാര വരും കേട്ടോ. ഒരു വൈകുന്നേരം ആകുമ്പം ആ സൗണ്ട് കേട്ടപ്പോഴേക്കും നമ്മളെ കണ്ണിന് എണീറ്റു കേട്ടോ. എനിക്കൊരു വമ്പം കരച്ചിലായിരുന്നു മീൻകാരനെ കൂടെ പോകാനായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ചോറ് ഒക്കെ കൂട്ടിക്കൊടുത്തു. പക്ഷെ ആൾക്ക് ഒട്ടും വയ്യ കേട്ടോ. നല്ല പനിയാണ്. അപ്പോൾ കുറേ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ചോറ് കൊടുക്കുക. പക്ഷേ ആകെ തുപ്പി. ചിക്കൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചിക്കൻ ഒന്നും വേണ്ട. കരച്ചിലും ബഹളമൊക്കെ ആയി. ലാസ്റ്റ് 3 ആളും കിടന്നുറങ്ങി കേട്ടോ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആളും ഒരേ ബെഡിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഒന്ന് എണീക്കുമ്പോൾ 2 എണ്ണം അപ്പുറത്തും എണീക്കും. അതുകൊണ്ട് പിന്നെ ഒരു 6 മണിയോട് കൂടെ പിന്നെ എല്ലാവരും കൂടെ എണീറ്റ് പോകുന്നു കേട്ടോ. ചേച്ചിമാരും ഊഞ്ഞാലുമ്പോ കയറി എന്നല്ല കണ്ണാ. കണ്ണിന് പനിയാണ്. പനി അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയി. എണീറ്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇന്ന് വിളക്കോളത്തിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. ഇന്ന് ആകെ മൊത്തം അവതാളത്തിലായിട്ടോ. കാരണം നന്നായിട്ടങ്ങ് ഉറങ്ങിയല്ലോ. എല്ലാവരും ഉറങ്ങി. എനിക്കൊരു ഇച്ചിരി നേരം ഉറങ്ങാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ തല പൊങ്ങുന്നില്ല കേട്ടോ. എനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഈ ജിമ്മിൽ പോയിട്ട് ഒന്ന് സെറ്റാവണം ഇനി. പിന്നെ ഇന്ന് വേറെ വിശേഷം കേൾക്കണം. നമ്മൾ അപ്പൂസിന് ഫസ്റ്റ് ടൈമായിട്ട് ബുക്സ് വീട്ടിലേക്ക് കൊടുത്ത ദിവസം. ഇത് ഹോംവർക്ക് ഉള്ള ദിവസമാണ്. അപ്പോൾ ഹോംവർക്കൊക്കെ ചെയ്യണം മുന്നേ അവർ സ്നാക്സ് കഴിച്ചു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഫുഡ് ഇപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ കുളിപ്പിക്കണം. 3 കുളിപ്പിക്കണം. പക്ഷെ ഇന്ന് കണ്ണനെ കുളിപ്പിക്കേണ്ട, 2 കുളിപ്പിച്ചാൽ മതി. അപ്പോൾ അപ്പു ആണെങ്കിൽ എപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുവരും. അപ്പു ഇന്ന് ഞങ്ങൾ ഭയങ്കര ത്രില്ഡാണ്. വൈ? ബിക്കോസ് അപ്പുവിന് 2 ബുക്സ് സ്കൂളിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പൂസിന്റെ മുന്നേ ഇവിടെ വേറെ ആളെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. കണ്ണൻ. അയ്യോ നീ ഇരിക്കണ്ട. നോക്കി ജിമ്പ കണ്ണനൊക്കെ ഇരുന്നു ഇവിടെ.
സ്ട്രേഞ്ചർ. സ്പെല്ലിങ് എന്താന്ന് നോക്കി പഠിക്കട്ടോ. ഇങ്ങനെ പഠിച്ചപ്പോ അച്ചമ്മയ്ക്ക് അപ്പൊ ഇത് സ്റ്റാൻഡിങ് ലൈൻ ആണ്. ഇവിടെ നിനക്ക് ഇവിടെ വരയ്ക്കുക, ഇവിടെ ഒരു വര വരയ്ക്കുക. ഓക്കെ, മൂന്നെണ്ണം മതി കേട്ടോ. അഞ്ഞ് ഇവിടെ വരയ്ക്കുക. 1 2 3. 1 പറയാപ്പോ 2 3. ഇനി ഇവിടെ 1 2 3 ഇവിടെ കറക്റ്റ് വരയ്ക്കട്ടോ. ഒരു ചെറുതായി 1. അയ്യോ എന്താ സൈഡില്? അതെ, ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. അയ്യോ മായ്ക്കില്ലേ? അത് നോക്കി പോയല്ലോ. അപ്പോ സംബന്ധം എന്നറിയോ? ഇല്ലില്ല, അത് ഞാൻ നോക്കിക്കോളാം. അതെ, ആദ്യം ഈ ഭാഗത്ത് നിക്ക്. അയ്യോ എനിക്ക് മടുത്തേ. ഇങ്ങോട്ട് നോക്കിയേ. കണ്ണൻ അച്ഛമ്മടെ കൂടെ പോയേ. മേലെ കൂടെ ഒക്കെ പോയല്ലോടാ. അവൻ പെൻസിൽ എടുത്ത് വരയ്ക്കാൻ നിൽക്കണേ. ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞത് അവനങ്ങ് സങ്കടമായി ചുണ്ടൊക്കെ പോയി. തന്നെ പെൻസിൽ തന്നെ. ജിംബു വന്ന് പഠിക്കേ. അത് മൂത്രം പോണ്. അച്ചപ്പ വരും. ഇനി ജിംബു, plants make their own food with the help of എന്തൊക്കെയാ? സൺലൈറ്റിന്റെ സ്പെല്ലിംഗ് ഒക്കെ അറിയില്ലേ? ഇനി ഡാഷ് ആൻഡ് ഡാഷ് give birth to babies. വാമി ഇങ്ങനെ കോമ്പി നടത്തിയിരുന്നില്ലേ? വാമീനെ ദിവസം ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തപ്പോ അപ്പൊ വാമി ഇതുപോലെ തന്നെയായിരുന്നു. ഒരു കോമ്പ് ചെയ്തിട്ട് ഇങ്ങനെ അപ്പൂനാണോ മുടി എനിക്കാണോ കൂടുതൽ മുടി ഇതാണ് നടക്കുന്നുണ്ട്. എന്താ ഭൂതോ മുടി? ജിമ്പോ കണ്ണൊന്നും കാണില്ലട്ടാ. സ്നൂപ്പി പട്ടിക്കുട്ടി. അമ്മേ ചിരി വരുന്നുണ്ട്. അയ്യോ ഇനി മറ്റേ കോഴിവാല് പോലെ ഉണ്ടാക്കാനായിരിക്കും. മാമീനെ വിളിച്ചപ്പോ മാമി വീട്ടിൽ തന്നെ പരിപാടി. ഇപ്പോ എങ്ങനെയുണ്ട് ഞങ്ങൾ വൈകുന്നേരത്തെ പഠിത്തം? അടിപൊളിയല്ലേ? എൻ്റെ പൊന്നോ, കുട്ടികൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്തോ. കാരണം ഭയങ്കര സ്ട്രഗിളാണ് ആക്ച്വലി. ഒരാൾക്ക് പഠിപ്പിക്കുമ്പോൾ ഒരാൾ വർത്തമാനം പറയും. എന്തൊക്കെയാവുമെന്ന് എനിക്കൊന്നും അറിയില്ല. എങ്കിലും പോണവരെ അങ്ങ് പൊക്കോട്ടെ അല്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.